മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ കേരളത്തിനെ പറ്റിച്ചത് 126 കോടി രൂപയാണ്. വലിയ വാർത്തയായിട്ടുണ്ടത്. അതായത് മുൻപ് ഒരു മന്ത്രി അടക്കം ഒരു മരമുറി ചാനലിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരടക്കം ഇരുന്നുകൊണ്ട് പറഞ്ഞതാണ് മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുമെന്ന്. ഇപ്പോൾ വരുന്ന ഏറ്റവും ഗുരുതരമായ ആരോപണമാണ് 126 കോടി രൂപ കള്ളപ്പണം വെളുപ്പിച്ചിരിക്കുന്നു എന്നുള്ളത്. അതിഗുരുതരമായ ആരോപണം. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയ നടപടികൾ നേതൃത്വങ്ങളൊക്കെ മൗനം പാലിക്കുന്നത്? ഒരു നടപടിയും ഇല്ലല്ലോ സാർ. സാറിന് എന്ത് തോന്നുന്നു? ഇതെന്തായിരുന്നു ഇതിന് പിന്നിൽ നടന്നിരിക്കുക എന്ന്? ഇത് കൃത്യമായിട്ട് നമ്മൾ അറിയുന്ന എങ്ങനെ 2023 ഇതിൻ്റെ തുടക്കം. മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കാർട്ടൂണിൽ മനോരമയിലെ മറ്റേ ഞാൻ കണ്ടത്, മെസ്സിയെ എല്ലാ സ്ഥലത്തും കളിപ്പിച്ചു എന്നാണ്. എല്ലാ പഞ്ചായത്തിലും മെസ്സിയെ കളിപ്പിക്കത്തക്ക രീതിയിൽ കോടിക്കണക്കിന് റുപ്യ കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് അടിച്ചു മാറ്റിയുള്ളവരാണ് ഈ മന്ത്രിമാരടക്കമുള്ള ആളുകൾ. കേരളത്തിൽ മന്ത്രിയുണ്ട്, അയാൾ സ്പെയിനിൽ പോയി ഇതിനെ മെസ്സിയെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അയാളുടെ കൂടെ വേറെ 2 കായിക സെക്രട്ടറിയോ ഏതാണ്ട് കുന്നം കൊണ്ടച്ചക്കരൊക്കെ ഉണ്ടായിരുന്നു. ഇവർ അവിടെ പോയിട്ട് എന്താ ചെയ്യുക? ഇയാൾ മെസ്സി എവിടെയുള്ള അർജന്റീനയാണ്. ഇയാൾ പിന്നെ എന്തിനാണ് സ്പെയിനിൽ പോയത്? ഒരാഴ്ച ഇയാളോട് താമസിക്കുന്നത്. ഇയാൾ ആളുകളോട് പറയുന്നത് ഞാൻ മെസ്സിയെ കാണാൻ പോയി എന്നാണ്. ഈ തരത്തിൽ പെട്ട ചില മരപ്പൊട്ടന്മാരാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. അവർ മെസ്സിയെ കൊണ്ടുവന്ന് കേരളത്തിൽ എന്താ ചെയ്യുക എനിക്ക് മനസ്സിലാവുന്നില്ല. മെസ്സി വലിയ കളിക്കാരനാണ്. കേരളത്തിൽ നിന്നൊരു കളിക്കാരനെ വളർത്തിയെടുക്കുവാനായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം എന്തെങ്കിലും കേരളത്തിൻ്റെ കായിക ശേഷി വകുപ്പ് ചെയ്യുന്നുണ്ടോ? അവരൊന്നും ചെയ്യുന്നില്ല. പഴയ മന്ത്രി മറ്റേ അബ്ദുൾ റഹ്മാനാ. ഇപ്പോഴത്തെ മന്ത്രി എനിക്ക് ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരോ ഒരാളുണ്ട് ഇവിടെ. ഈ പറയുന്ന ആളുകളെ സംബന്ധിച്ചൊന്നും കേരളത്തിൻ്റെ കായിക മേഖലയെ വളർത്താനായിട്ടുള്ള ഒന്നും അവർ ചെയ്യുന്നില്ല. നമുക്ക് നേരത്തെ അറിയാലോ, കേരളത്തിൻ്റെ സന്തോഷ് ട്രോഫി കേരളത്തിന് കിട്ടിയതിന് കാരണം എന്താ? അത് FACT ആണ് കാരണം. FACTയുടെ അന്നത്തെ ക്യാപ്റ്റനായിരിക്കുന്ന മണി എന്ന് പറയുന്ന ആളെ വളർത്തിക്കൊണ്ടുവന്ന FACT കമ്പനിയാണ്. ഇന്ത്യയുടെ ക്യാപ്റ്റനായിരുന്ന ജോസഫ് എന്ന് പറയുന്ന പപ്പൻ, ആ പപ്പനെ വളർത്തിക്കൊണ്ടുവന്ന FACT കമ്പനിയാണ്. ഇവരെന്താ ചെയ്യുന്നറിയാമോ? ഈ പറയുന്ന പപ്പനെയും അല്ലെങ്കിൽ മണിയെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്ന FACT, ആ FACT നഷ്ടത്തിലാക്കാൻ പരിശ്രമം നടത്തിയത്. അതിനെക്കുറിച്ചിട്ട് ഏറ്റവും നന്നായിട്ട് പറയുന്നത് ജോൺ മത്തായിയാണ്. ജോൺ മത്തായി 1960കളിൽ ഇതിൻ്റെ ഇവിടുത്തെ 59കളിൽ FACTയുടെ ചെയർമാനായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ EP ഗോപാലൻ എന്ന് പറയുന്ന CPMൻ്റെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ്, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് വിളിച്ചു പറഞ്ഞിട്ട്, ഇടപ്പള്ളി കൊലക്കേസിൽ പെട്ടിട്ടിരിക്കുന്ന പ്രതികളായിരിക്കുന്ന ആളുകൾ FACTയിൽ ജോലി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് EP ഗോപാലിനെതിരായിട്ട് ആരോപണമുണ്ട്. എന്നിട്ട് അന്ന് ജോൺ മത്തായി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കത്തയക്കുകയാണ്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്. നെഹ്റു ആ കത്ത് നേരെ ലാൽ ബഹദൂർ ശാസ്ത്രി വ്യവസായ വകുപ്പ് മന്ത്രിക്ക് ഫോർവേഡ് ചെയ്യുന്നു. അദ്ദേഹം കണ്ടെത്തുന്നതാണ് MKK നായരെ. അദ്ദേഹം പറഞ്ഞു, MKK നായർ ഇതിൻ്റെ ജനറൽ മാനേജറായിട്ട് ചാർജ് എടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നു. ജോൺ മത്തായി പറയാണ്. അങ്ങനെ FACTയുടെ ജനറൽ മാനേജറായിട്ട് MKK നായർ എന്ന് പറയുന്ന ആൾ വരുന്നു. പിന്നെ നമ്മൾ ചരിത്രം കാണുന്നത് MKK നായരുടെ പരിശ്രമ ഫലമായിട്ടാണ് ഇന്ത്യയുടെ ഏറ്റവും മികച്ച വോളിബോൾ ടീം FACTയിൽ നിന്ന് വരുന്നു. ഏറ്റവും മികച്ച ഫുട്ബോൾ ടീം FACTയിൽ നിന്ന് വരുന്നു. കേരളത്തിൻ്റെ ഏറ്റവും വലിയ മികച്ച കഥകളി ട്രൂപ്പ് അവിടെ നിന്ന് വരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ട്രെയിനിങ് സെൻറ്റർ FACTയിൽ നിന്ന് വരുന്നു. അങ്ങനെയുള്ള FACTയിൽ MKK നായരോടക്കമുള്ള ആളുകളെ അവരവിടെ നിന്ന് പുറത്താക്കാനുള്ള കുൽസിത പരിശ്രമമാണ് കേരളത്തിൻ്റെ ഭരിക്കുന്ന കക്ഷിയും പ്രതിപക്ഷവും ചേർന്ന് ഒന്നിച്ച് നടപ്പിൽ വരുത്തിയത്. അവർ അതിൽ വിജയിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കി. അവസാനം കേരളത്തിൻ്റെ ഫുട്ബോൾ ടീമിനെ ഇല്ലാണ്ടാക്കി. കേരളത്തിൻ്റെ വോളിബോൾ ടീം എങ്ങനെ ഉണ്ടെന്ന് ഇന്ന് ആർക്കും ഇല്ലാത്ത രീതിയിൽ, അറിയാൻ പാടില്ലാത്ത രീതിയിൽ അതിനെ നിർവീര്യമാക്കി. ഇതൊക്കെ ചെയ്ത് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമാണ്. ഈ രാഷ്ട്രീയ നേതൃത്വമാണ് ഇന്നിപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും ഫുട്ബോൾ കളിക്കണം. എന്താ ഫുട്ബോൾ കളിക്കേണ്ടത്? വലിയ മെസ്സിയുടെ പടം വെക്കണം, അർജന്റീനയുടെ പടം വെക്കണം, സ്പെയിനിൻ്റെ പടം വെക്കണം, ബ്രസീലിൻ്റെ പടം വെക്കണം. അവിടെയുള്ള കളിക്കാരുടെ ചില മറ്റേ ടീഷർട്ടൊക്കെ ഇവിടെ ചില തുണിക്കടക്കാരൊക്കെ കൂടി അതിന് കച്ചവടം നടത്തും. ആ കച്ചവടം നടത്തുന്ന തുണിക്കടക്കാർ കച്ചവടം നടത്തുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിപ്പിക്കുന്ന പണിയാണ് കേരളത്തിലെ മന്ത്രിമാരുടേത്. ഈ പറയുന്നവർക്ക് കായിക വിഭവശേഷിയായിട്ട് എന്താ ബന്ധമുള്ളത്? സ്പോർട്സായിട്ട് ഇവരുടെ ബന്ധം എന്താ ഉള്ളത്? ഇവർ ഫുട്ബോൾ കളിക്കുന്നവർക്ക് അറിയാമോ? ഇവർ വോളിബോളിൽ ഇവർക്ക് വല്ല പങ്കാളിത്തം ഉണ്ടോ? അത്ലറ്റിക്സിൽ അവിടെ PT ഉഷയ്ക്കും ഷൈനി വിൽസിന് ശേഷം കേരളത്തിൻ്റെ സംഭാവന എന്താണ്? ഒരു സംഭാവനയില്ല. എന്ന് വെച്ചാൽ കേരളത്തെ കായിക രംഗത്ത് സമസ്തമായിട്ട് കേരളത്തെ പരാജയപ്പെടുത്തിയതിന് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കേണ്ടത് കേരളത്തിലെ മന്ത്രിമാരാണ്. ഇന്ന് മന്ത്രിമാരുടെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ മെസ്സിയെ കൊണ്ടുവരും, ഞങ്ങൾ മറ്റേ റൊണാൾഡോയെ കൊണ്ടുവരും, ഞങ്ങൾ മറ്റേ പുള്ളിയെ കൊണ്ടുവരും, ഞങ്ങൾ മറിച്ചാളെ കൊണ്ടുവരും, അതിനൊക്കെ കോടിക്കണക്കിന് ഉറുപ്പിക വേണം, ഞങ്ങൾക്കിടയ്ക്ക് സ്പെയിനിൽ പോകണം, ഞങ്ങൾക്ക് അർജന്റീനയ്ക്ക് പോകണം, ഞങ്ങൾക്ക് പോർത്തുഗീസിൽ പോകണം. അങ്ങനെ വിദേശ യാത്രകൾ നടത്തിക്കൊണ്ട് കേരളത്തിൻ്റെ കോടിക്കണക്കിന് ഉറുപ്പികൾ അട്ടിമറിക്കുന്ന പ്രവർത്തനത്തിലായിരുന്നു കഴിഞ്ഞ സർക്കാർ. ഈ പുതിയ സർക്കാരും വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
അതിൻ്റെ തുടർച്ച തന്നെയാണ്. ഈ പറയുന്ന രണ്ട് സർക്കാരുകളെ സംബന്ധിച്ചും മെസ്സിയെ കൊണ്ടുവരുന്ന കാര്യത്തിലോ കേരളത്തിൽ മികച്ച ഫുട്ബോൾ ടീം വളർത്തിയെടുക്കുന്ന കാര്യത്തിലോ ഇവർക്ക് യാതൊരു പങ്കുമില്ല. മറിച്ച് കേരളത്തെ വീണ്ടും കടക്കണിയിലാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ ഖജനാവ് കൊള്ളയടിക്കുന്ന കാര്യത്തിലാണ് മന്ത്രിമാരുടെ പങ്ക്. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം. 126 കോടി റുപ്യയാണ് അബ്ദുൽ റഹ്മാനും കൂട്ടരും, അയാളായിരുന്നു പഴയ ഇതിന് കായിക ശേഷി വകുപ്പ് മന്ത്രി, അയാൾ നടത്തിയ ഈ പറയുന്ന മരമുറി ചാനലായിട്ട് ചേർന്നുകൊണ്ടാ. മരമുറി ചാനലിന്റെ തന്നെ ഒരു അവാന്തര വിഭാഗമായിരുന്നു, അതിന്റെ ഏജൻസി ആയിരുന്നു. ഈ ഏജൻസിയാണ് ഇവരെ കൊണ്ടുവരിക. ആ സ്പോൺസറാണ് കത്തയക്കുന്നത് മെസ്സിക്ക് വേണ്ടിയിട്ട്. ആ സ്പോൺസറുടെ ഡെപ്പോസിറ്റ് ആകെയുള്ളത് ആസ്തി ക്യാപിറ്റൽ എന്ന് പറയുന്ന 1 ലക്ഷം രൂപ മാത്രമാണ്. പിന്നെ 1 ലക്ഷം രൂപ ഉള്ള ആളെങ്ങനെ മെസ്സി കൊണ്ടുവരിക? എന്നിട്ട് സർക്കാരിൻ്റെ സ്റ്റേഡിയം അവർ പണിയുന്നു, അതിനകത്ത് മാറ്റങ്ങൾ വരുത്തുന്നു, എന്നിട്ട് അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന വിവാദങ്ങൾ വന്ന് ഈ മെസ്സി എത്തില്ല എന്നുള്ളത് കൺഫേം ആവുന്നു. അപ്പോൾ ഒരു വലിയ തട്ടിപ്പല്ലേ നടന്നിരിക്കുന്നത്? അല്ല, വലിയ തട്ടിപ്പാണ്. മെസ്സി ഇവർ വിളിച്ചു എന്നുള്ളത് എന്താ തെളിവുള്ളത്? ഇവർ മെസ്സിയെ കണ്ടിരുന്നോ? ഇവർ മെസ്സിയെ വിളിച്ചിരുന്നോ? മെസ്സിയെ വിളിക്കാൻ ഇവരെന്തിനാണ് സ്പെയിനിൽ പോയത്? മെസ്സി സ്പെയിനിലാണോ ഉള്ളത്? മെസ്സി അർജന്റീനയിലല്ലോ ഉള്ളത്? അങ്ങനെ ആ നാട്ടിലുള്ള ആളുകളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് മെസ്സിയെ വിളിക്കാൻ വേണ്ടി പോണെങ്കിൽ ഇവർ പോകേണ്ട അർജന്റീനയിലേക്കാണ്. ഇവർ ഏത് ഭാഷയിലാണ് സംസാരിക്കുക? നമ്മുടെ അബ്ദുൽ റഹ്മാനൊക്കെ പോയിട്ട് ഇയാളുടെ കൂടുതലുള്ള ആളുകൾക്ക് ഏത് ഭാഷയിലാണ് സംസാരിക്കുക? ഇവരെന്തിനാ, ഒരു മന്ത്രി എന്തിനാ ഇയാളെ ക്ഷണിക്കാൻ വേണ്ടി, മെസ്സിയെ ക്ഷണിക്കാൻ വേണ്ടി എന്തിനാ മന്ത്രി പോകുന്നത്? മെസ്സി വന്നിട്ട് കേരളത്തിൽ എന്താ കാര്യമുള്ളത്? കേരളത്തിൻ്റെ കായിക വികസനത്തിന് വേണ്ടിയിട്ട് മെസ്സിക്ക് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുക? അവരെ കണ്ടിട്ട് മാത്രമാണ് ആവശ്യം ഉണ്ടാവുക. ആവശ്യം ഉണ്ടാവുന്ന ഇവിടെ ഒരു മികച്ച ഫുട്ബോൾ ടീം ഇവിടെ വാർത്തെടുക്കണം. ഈ ഫുട്ബോൾ ടീം വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടികളും നമ്മുടെ കായിക ശേഷി വകുപ്പിനെ സംബന്ധിച്ചില്ല. അവരെ സംബന്ധിക്കുന്ന ഏക താല്പര്യം പണമടിച്ചു മാറ്റലാണ്. ഈ പണം അടിച്ചു മാറ്റുന്ന പ്രവർത്തനം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 126 കോടി റുപ്യയുടെ നമ്മൾ കണക്ക് കേട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ കണക്ക് കാണുന്നത് 126 കോടിയുടെയാണ്. ഇത് 1260 കോടിയാണെന്നുള്ള ആർക്കാ പറയാൻ പറ്റുക? കേരളത്തിൻ്റെ ഇന്നത്തെ സാമ്പത്തിക പരാധീനതയ്ക്ക് കാരണം പ്രതിവർഷം 71,000 കോടി റുപ്യയുടെ സാമ്പത്തിക കടക്കണിയിലേക്ക് കേരളത്തെ ഓരോ വർഷം തള്ളി വിട്ടുകൊണ്ടിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ തരത്തിലുള്ള കൊള്ളക്കാരാ. ഇവര് മന്ത്രിയൊന്നും വിളിക്കാൻ സാധ്യമല്ല. ഇവരും ചില മാധ്യമങ്ങളെ കൂടി ചേർന്ന് നടത്തുന്ന കള്ളക്കളികൾ. ഈ മാധ്യമങ്ങളിലേക്ക് തന്നെയാണ് ചില ഏജൻസികളൊക്കെ ഉള്ളത്. ഈ ഏജൻസികൾ മെസ്സിയെ കൊണ്ടുവരാൻ പോകുന്നു, വലിയ വാർത്ത കൊടുക്കുന്നു. ഈ പറയുന്ന ആളുകളെ ഇതിന്റെ പണം ഇവരാരാ വെക്കേണ്ടത്? ഈ മരമുറി ചാനലിന്റെ ഉടമസ്ഥൻ വയ്ക്കുമോ? ഇയാൾ മരമുറിച്ചു കൊണ്ടിരുന്ന പണം എടുത്തിട്ടാണല്ലോ അവിടെ ഞാൻ ധരിക്കുന്ന അവിടെ ഉള്ള ചില മാധ്യമ പ്രവർത്തകർക്കൊക്കെ ലക്ഷങ്ങളാ ശമ്പളം. ഈ ശമ്പളത്തിന് കൃത്യമായുള്ള കണക്ക് ബോധ്യപ്പെടുത്തണം. അവിടെ മുട്ടയടക്കമുള്ള ചില ആളുകളുണ്ട്. ഈ പറയുന്ന ആളുകൾ ശമ്പളത്തിന്റെ കണക്കുകൾ സമൂഹത്തോട് ബോധ്യപ്പെടുത്തണം. എന്തുകൊണ്ട് ഇവർ ബോധ്യപ്പെടുത്താത്തത്? ഇവർ വട്ടുവിട്ടിരുന്ന് ചർച്ച നടത്തിയിട്ട് ആ ചർച്ച നടത്തിയിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന കോടതി പോലെയാ. ഈ കോടതി അല്ലല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവർ പണം അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ, ഈ മാധ്യമം അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ, ഈ മന്ത്രി അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ, ഈ കായിക വിഭവശേഷി വകുപ്പ് അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കൃത്യമായിട്ട് രേഖകൾ വരണം. ആ രേഖകളെ സംബന്ധിക്കുന്ന ചർച്ചകൾ വരണം. ആ ചർച്ചകൾ അനിവാര്യമാണ്. അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് കേരളം ഇപ്പം തന്നെ പതനാവസ്ഥയിലാണ്. സാമ്പത്തികമായിട്ട് വലിയ പതനത്തിലാണ് കേരളം. കേരളത്തിൽ വികസന പ്രവർത്തനങ്ങളൊന്നും നടത്താൻ സാധിക്കുന്നില്ല. സാമ്പത്തികമായിട്ട് വരുമാനം കേരളത്തിലൊന്നുമില്ല. അങ്ങനെയുള്ള സമയത്താണ് വരുമാനം ഇല്ലാത്തൊരു സംസ്ഥാനത്ത് ജനങ്ങളെ ഞെക്കിപ്പിഴിയുന്ന ആളുകളാണ് മന്ത്രിമാരെന്ന് പറയുന്ന കൊള്ളസംഘം. ഈ കൊള്ളസംഘമാണ് ഇത് ചെയ്തത്. ആ തരത്തിൽപ്പെട്ട കൊള്ളസംഘത്തെ സംബന്ധിക്കുന്ന കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടത് ആവശ്യമാണ്. സർ, ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഈ ചാനലിനെ പൂട്ടിക്കുമെന്ന് അടൂർ പ്രകാശ് അടക്കമുള്ളവർ പറഞ്ഞായിരുന്നു. ഈ ചാനല് ഇനി പ്രവർത്തിക്കാനാവില്ല, ഇനി ലൈസൻസിന്റെ അടക്കം പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള ഈ ചാനലിനെ പൂട്ടിക്കുമെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ മിണ്ടുന്നില്ല. ഇത്രയും വലിയ അഴിമതി വന്നു, മുൻ സർക്കാരിനെതിരായിട്ടുള്ള ഗുരുതര ആരോപണം വന്നു, എന്നിട്ടും ഇവർ മിണ്ടുന്നില്ലെങ്കിൽ ഈ ചാനലുമായിട്ട് ഇപ്പോൾ ഭരിക്കുന്നവർ ചില ഒത്തുതീർപ്പിലെത്തുകയും അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നടപടി ഉണ്ടാകില്ല, ഈ വരാൻ പോകുന്ന പ്രശ്നത്തിനകത്ത് നടപടി ഉണ്ടാകില്ല എന്നല്ലേ പ്രതീക്ഷിക്കേണ്ടത്? അല്ല, ഇന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ 126 കോടി റുപ്യ പോയി എന്നുള്ള മട്ടിലാണ് കേരളം ഭരിക്കുന്നവരുള്ളത്. അവർ ഇതിനെ സംബന്ധിക്കുന്ന കൃത്യമായുള്ള അന്വേഷണം നടത്തുന്നില്ല. അവർക്ക് ഇതിന് വസ്തുക്കൾ പുറത്തു വരണമെന്ന ഉദ്ദേശമില്ല. അവർ ഈ പറയുന്ന ചാനലിനെ വെറുപ്പിക്കാൻ വേണ്ടി തയ്യാറില്ല. മരമുറി ചാനലിനെ കുറിക്കുന്ന അന്വേഷണങ്ങൾ നടത്താൻ വേണ്ടി തയ്യാറാവുന്നില്ല. ഇവർ അന്വേഷണം നടത്തേണ്ടതല്ലേ? ഈ മരം മുറിച്ചത് വേറെ നാട്ടിൽ നിന്നുമല്ലോ, വയനാട്ടിൽ നിന്നല്ലേ. വയനാട്ടിൽ മുട്ടിൽ നിന്നാണല്ലോ മുറിച്ചത്. അങ്ങനെയുള്ള സമ്പാദ്യം ഉണ്ടാക്കിക്കൊണ്ടാണല്ലോ ചാനൽ തുടങ്ങിയത്. ഈ പറയുന്ന ചാനലുകൾ ജനഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ
നിരവധി കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നുണ്ടല്ലോ, ഭാരിച്ച് ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ. ഈ ശമ്പളത്തിന് വരുമാനം ഇവർക്ക് എന്താ ഉള്ളത്? ഇതിനെ സംബന്ധിക്കുന്ന അന്വേഷണം നടക്കേണ്ട ആവശ്യമില്ലേ? അങ്ങനെയുള്ള അന്വേഷണം നടക്കുന്ന കാര്യത്തിൽ കേരളം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റായ സമീപനം പ്രശ്നമാണ്. കാരണം ഇപ്പം ഇവരൊക്കെ സംബന്ധിച്ചുള്ളത്, നിങ്ങൾ ഇടതുപക്ഷത്തിൽ ഇത്ര നാൾ പിന്തുണച്ചല്ലോ, ഇനി കുറച്ചാൾ ഞങ്ങളെ പിന്തുണയ്ക്കുക എന്നുള്ള മട്ടില്ല ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ ഭരിക്കുകയാണെങ്കിൽ ഇന്നലെ ചെയ്ത പ്രശ്നങ്ങൾ ഒന്നും പ്രശ്നങ്ങളല്ലാണ്ട് വരും. അപ്പം അങ്ങനെ 126 1260 എത്ര കോടി രൂപയുടെ പ്രശ്നമാണെന്നറിയില്ല, വലിയ അതിഭീകരമായ പ്രശ്നമാണ് കേരളത്തിൽ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് കൃത്യമായുള്ള അന്വേഷണം നടക്കണം. മരമുറി ചാനലിനെ കുറിച്ച് അന്വേഷണം നടക്കണം. അതിൻ്റെ ലൈസൻസിനെ കുറിച്ച് അറിയാൻ സാധിക്കണം. അവരുടെ ഈ പറയത്തിൽ മെസ്സി കൊണ്ടുവരുന്ന കാര്യത്തിൽ നടത്തിയിരിക്കുന്ന കള്ളക്കളികളെ കുറിച്ച് കൃത്യമായിട്ടുള്ള സമൂഹത്തിന് മുമ്പിൽ അന്വേഷണം നടത്തി പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുവാനും വേണ്ടി വന്നാൽ ചാനൽ അടച്ചുപൂട്ടാനും നമ്മൾ തയ്യാറാവേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രിയമുള്ളവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത ഏറ്റവും പുതിയ വാർത്തകളും വിശകലനങ്ങളുമായിട്ടാണ് ഇന്ത്യ ലൈവ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ ചാനൽ കാണണം, ഒരുപാട് പേരെ കാണിക്കണം, അവരോടൊക്കെ ചാനലിൻ്റെ വരിക്കാരാവാൻ പറയണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.